മന്ത്രി വീണ ജോർജിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഹാജരാക്കുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ച സംഭവത്തിൽ പ്രതിപക്ഷ നേതാവിനും യൂത്ത് കോൺഗ്രസിനുമെതിരെ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് 24നോട്. പ്രതിപക്ഷ നേതാവിന്റെ മുട്ടുകാൽ തല്ലിയൊടിക്കുന്നവർക്ക് ഡിവൈഎഫ്ഐ ഇനാം പ്രഖ്യാപിച്ചാൽ എന്ത് പറയും എന്നാണ് വസീഫിന്റെ മറുചോദ്യം. ദൃശ്യങ്ങളില്ലാത്തതിനാൽ പ്രതിപക്ഷ നേതാവിന് മർദ്ദനം ഏറ്റിട്ടില്ലെന്ന് പറയുമോ എന്നും വസീഫ് ചോദിച്ചു. ബഹുമാനത്തോടു കൂടി പറയട്ടെ, ഞങ്ങളൊരു ഇനാം തിരിച്ചങ്ങ് പ്രഖ്യാപിച്ചാലോ? കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ മുട്ടുകാല് തല്ലിയൊടിച്ച് വരുന്നവർക്ക്, അതിന് ദൃശ്യങ്ങളില്ലാതെ തല്ലിയൊടിച്ച് വരുന്നവർക്ക് ഞങ്ങളൊരു ഇനാം പ്രഖ്യാപിച്ചാലോ? ഈ കേരളത്തിലെ പൊതുസമൂഹം അത് അംഗീകരിക്കുമോ? ദൃശ്യങ്ങളില്ലാതെ ഈ പ്രതിപക്ഷ നേതാവിനെയും ഈ യൂത്ത് കോൺഗ്രസ്സുകാരെയും ഒക്കെ ആക്രമിക്കാൻ പറ്റില്ലേ? ആ സമയത്തും നിങ്ങൾ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ ദൃശ്യങ്ങളില്ല, അതുകൊണ്ട് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിന് മർദ്ദനമേറ്റിട്ടില്ല എന്ന് പറയോ? അവരിപ്പോ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷന്റെ ഈ കുഞ്ഞുങ്ങളെ കൊന്നതിന് തെളിവന്വേഷിച്ച് നടക്കുക. അതുകൊണ്ട് അവർക്ക് അതിൻ്റെയൊക്കെ ദൃശ്യങ്ങളായിരിക്കും അതിനും ചിലപ്പോൾ ഇവർക്ക് ഏത് തെളിവുകളാണ് വേണ്ടത് എന്നുള്ളതൊക്കെ ആയിരിക്കും അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഇനാം അവർ തന്നെ കയ്യിൽ വെച്ചാൽ മതി. പ്രകോപനപരമായി ഈ കേരള സമൂഹത്തിൽ ഇടപെടരുത്. ഇത് നിങ്ങൾ തീക്കൊള്ളി കൊണ്ടാണ് തലയുറിയുന്നത് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. നിഖിൽ പ്രമേഷ് വാർത്ത നിർമ്മിച്ചു. നിഖിൽ, അപ്പോൾ അബിൻ വർക്കി 1 ലക്ഷമോ 1 പവനോ ശരിക്കും ഓർക്കുന്നില്ല, അബിൻ വർക്കി പ്രഖ്യാപിച്ചു, വേറെ ഒരു നേതാവും 1 പവൻ പ്രഖ്യാപിച്ചു. ഇക്കാലത്ത് 1 പവൻ എന്നൊക്കെ പറഞ്ഞാൽ വലിയ പൈസ ഉള്ള ഇനാമാണ്. അപ്പോൾ അത് പൊളിറ്റിക്കൽ സറ്റയർ എന്നുള്ള നിലയ്ക്കാണ് ഇവരൊക്കെ പറയുന്നത്. അപ്പോൾ അത് സറ്റയറിനപ്പുറം കുറച്ചുകൂടി ഗൗരവതരമാവുകയാണോ, രൂക്ഷമായ വാക്പോരിലേക്ക് പോവുകയാണോ അത്? നിഖിൽ, തീർച്ചയായും ഹാഷ്മി, ഒരു ആക്ഷേപഹാസ്യം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇനാമിൽ പോര് തുടരുകയാണ്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ 1 പവൻ മുതൽ 1 കുഴിമന്തി വരെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു ഇനാമായി. അതായത് യൂത്ത് കോൺഗ്രസ്സുകാർ ആവശ്യപ്പെട്ടത് മന്ത്രി വീണ ജോർജിനെ ആക്രമിക്കുന്ന ദൃശ്യം ഹാജരാക്കുന്നവർക്ക് കുഴിമന്തി അല്ലെങ്കിൽ 1 പവൻ, 1 ലക്ഷം, 10,000 രൂപ അങ്ങനെയൊക്കെ നൽകും എന്നുള്ളതായിരുന്നു. എന്തായാലും ഇക്കാര്യത്തിലാണ് ഇത് ഡിവൈഎഫ്ഐ പ്രകോപിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വസീഫിന്റെ വാക്കുകളിലൂടെ നമ്മൾ വായിക്കേണ്ടത്. ഇതൊരു ചാലഞ്ചായി മുന്നോട്ട് വയ്ക്കുകയല്ല തങ്ങൾ എന്ന് വസീഫ് പറയുന്നുണ്ട്. അതായത് പ്രതിപക്ഷ നേതാവിന്റെ മുട്ടുകൾ തല്ലിയൊടിക്കണമെന്ന് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നില്ല, അങ്ങനെ ഒരു ആക്രമണ ആഹ്വാനത്തിലേക്ക് പോകുന്നുമില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മുട്ടുകൾ തല്ലിയൊടിക്കുകയാണെങ്കിൽ അതിന് ദൃശ്യങ്ങളില്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ പറയുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് അങ്ങേയറ്റം ഒരു പ്രകോപനപരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സ്വാഭാവികമായിട്ട് ഇതിന്റെ മറുപടി അടക്കം ഇനി പുറത്തു വരും. അദ്ദേഹം ചോദിക്കുന്നത് അപ്പോൾ ഈ പ്രതിപക്ഷ നേതാവിന്റെ മുട്ടുകൾ തല്ലിയൊടിച്ചാലും അപ്പോഴും ദൃശ്യങ്ങൾ വേണമെന്ന് പറയുമോ? ഇനി ദൃശ്യങ്ങൾ ഇല്ലാത്തതിനാൽ പ്രതിപക്ഷ നേതാവിന് മർദ്ദനം ഏറ്റിട്ടില്ലെന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ പറയുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പൊ അതായത് വീണ ജോർജിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളില്ല എന്ന് കരുതി അദ്ദേഹത്തിന് വീണ ജോർജിന് മർദ്ദനം ഏറ്റിട്ടില്ല എന്നാണോ അതിന്റെ റീഡ് എന്നാണ് വി വസീഫ് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷൻ കുഞ്ഞുങ്ങളെ കൊന്നതിൽ ദൃശ്യങ്ങളില്ലാത്തതിനാൽ അത് വിശ്വസിക്കാതിരിക്കാൻ കഴിയുമോ എന്നുകൂടി അദ്ദേഹം ചോദിച്ചു വെക്കുന്നുണ്ട്. എന്തായാലും വളരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവിന് യൂത്ത് കോൺഗ്രസിനുമെതിരെ വി വസീഫ് ഉന്നയിക്കുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.